ക്യാൻസർ ആയപ്പോഴത്തേക്ക് കമന്റ് നല്ല രീതിയിൽ വന്നിട്ട് പറയുന്നു. ഈ കമന്റിൽ ഇപ്പൊ നല്ലത് പറയുന്ന അവറ്റകളില്ലേ, എല്ലാം ഇന്നലെ വരെ പഴിചാരിക്കൊണ്ടിരുന്നവങ്ങളാ, എല്ലാണോ അവളെ കുറ്റം പറഞ്ഞോണ്ടിരുന്നവന്മാരാ, ആണും പെണ്ണായാലും. അത് അടിപ്പോ വന്നിട്ട് ന്യായം പറയുന്ന മാറിന്നിട്ട് എന്ത് ഇങ്ങനെയൊക്കെയാണോ കാണിച്ചു വിടുന്ന? ഒന്ന് ഓർത്തു വെച്ചോ, ഇന്ന് രേണുസുതിയാണെങ്കിൽ മക്കളെ നാളെ നീയൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യം മറക്കരുത് കേട്ടല്ലോ. ഇന്ന് രേണുസുതിക്കാണ് ഈ ഒരു അവസ്ഥയെങ്കിൽ നാളെ നിനക്കൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യം നീയൊക്കെ മറക്കരുത്. അത്ര എനിക്ക് പറയാനായിട്ടുള്ളു. നിന്റെയൊക്കെ വീട്ടിൽ തന്നെ വരുവടാ, ഒന്നെങ്കിൽ നിന്റെ കെട്ടിയോ കാലം നിന്റെ മക്കൾക്ക് ആർക്കും, നീ എന്നൊരു വ്യക്തിക്ക് ആർക്കാലും വരും. കഴിവതും അവളെ കുറ്റം പറയാണ്ടിരിക്കടാ, നെഗറ്റീവ് കമന്റ് അടിക്കാണ്ടിരിക്കുക, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നോക്കടാ, അതാ നല്ലത്. ഇതാരത്? ജൂനിയർ രേണുസുതിയോ? എന്തിനാ അവൾ ഇത്ര ഹീറ്റ് ആവണത്? വല്ലാത്ത ജാതിയില്ലേ എന്റെ പൊന്നുമോളെ. അസുഖങ്ങളും മരണവും ഇതൊക്കെ ആർക്കാ എപ്പോഴാ വരിക എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത് രേണുസുതിക്ക് എന്നല്ല, ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വരാം. പിന്നെ ഈ രേണുസുതി എന്ന് പറഞ്ഞ ആള് ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് കമന്റ് ഇട്ടാലോ അവരുടെ വീഡിയോക്ക് ശക്തമായ ഭാഷയിൽ വിമർശിച്ചാലോ ഒന്നും ഈ പരിപാടി നിർത്തി പോകുന്ന ആളല്ല. അത്ര മാനസിക കരുത്തില്ലാത്തവളോ മനക്കെട്ടില്ലാത്തവളോ തൊലിക്കെട്ടില്ലാത്തവളോ അല്ല രേണുസുതി. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നേ ഈ പണിയൊക്കെ നിർത്തിയിട്ട് പെട്ടി കിടക്കൊക്കെ എടുത്ത് എങ്ങോട്ടെങ്കിലും ഒക്കെ ഓടിപ്പോയനെ. പിന്നെ വീഡിയോ ചെയ്യുന്ന ആളുകൾ വീഡിയോ ഇടുമ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കമന്റ് മാത്രമേ മറ്റുള്ളവർ ഇടാൻ പാടുള്ളൂ, നെഗറ്റീവ് കമന്റ് ഇടാൻ പാടില്ല, പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകളെ ഇടാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ നിർബന്ധം പിടിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? എത്ര നല്ല കണ്ടന്റ് ഇട്ടാലും എത്ര നല്ല വീഡിയോകൾ ചെയ്താലും അവർക്കൊക്കെ അതിന്റെ അടിയിൽ നെഗറ്റീവ് കമന്റ് ഒരു കമന്റുകളും ഇല്ലാത്തവരുണ്ടാവില്ല, വളരെ ചുരുക്കമാണ്. അപ്പൊ ആ വിമർശനങ്ങളെയും നെഗറ്റീവ് കമന്റുകളൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഈ സോഷ്യൽ മീഡിയ ശരിയാവുള്ളൂ. അതിന് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എത്രയൊക്കെ വിമർശനങ്ങൾ പറഞ്ഞ ആളുകളും നെഗറ്റീവ് പറഞ്ഞ ആളുകളും ഒരു മനുഷ്യന്റെ അവസ്ഥയെ മനസ്സിലാക്കിയിട്ട് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ആരും കുറ്റം പറയില്ല, നല്ലത് മാത്രമേ പറയുള്ളൂ. അതൊരു മനുഷ്യത്വമാണ്, മാനുഷികമായിട്ടുള്ള കടമകളാണ്. അതിന് ഇത്ര ഹീറ്റ് ആവണം എന്തിനാ അവിടെ? വല്ലാത്ത ജാതി തന്നെയല്ലേ. ഹൈഷ്.